പ്രത്യേകിച്ച് വെറുതെ ഇരുന്ന് ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആകാൻ പോകുന്നു എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? മതേതരത്വം എന്താണ് എന്ന് പഠിപ്പിക്കാൻ മതേതരന്മാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം. ഇന്ത്യയിലെ മുസ്ലിം സന്ദേശത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ കാണണം, നിങ്ങൾ വായിക്കണം. മതത്തിന്റെ പേരിൽ ഇന്ത്യയെ മുറിച്ച് ഈ രൂപത്തിൽ വെറും ഒരു കുഞ്ഞു കഷ്ണം മാത്രമാക്കി മാറ്റിയിട്ട് അതിൽ നിന്നും ഇനിയും കിട്ടണം എന്ന് പറഞ്ഞ് തമ്മിലടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തിന്റെ ഉള്ളിലുള്ള അജണ്ടകൾ എന്താണ് എന്ന് തിരിച്ചറിയുക മാത്രമല്ല, അതിനനുസരിച്ച് പ്രതികരിക്കാനും നമുക്ക് കഴിയണം. മതം പറഞ്ഞ് മതത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് മതവിശ്വാസികളായിട്ട് തുടർന്നു പോകാൻ ഒരു ബഹുസ്വര സമൂഹത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മതം പറഞ്ഞ് രാജ്യത്തെ വിഭജിച്ച ആദ്യത്തെ വ്യക്തി മുഹമ്മദ് അലി ജിന്ന മുറിയനായിരുന്നു. കോടിക്കണക്കിന് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും രക്തം ചിന്തിയത് മതം മാറാത്തതിന്റെ പേരിൽ. ഒന്നുകിൽ മതം മാറിക്കോ, അതല്ലെങ്കിൽ നാടുപേക്ഷിച്ചു പൊയ്ക്കോ, അതല്ലെങ്കിൽ തല ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഉടലും തലയും വേർപെടുത്തിയ സുൽത്താൻമാരൊക്കെ മുഗളന്മാരൊക്കെ മുറിയന്മാരായിരുന്നു. സുൽത്താൻമാർ മുസ്ലിങ്ങളായിരുന്നു. ഹിന്ദുക്കളെ നിർബന്ധിപ്പിച്ച് മതം മാറ്റി ഇസ്ലാമിനെ വളർത്താൻ ശ്രമിച്ച ആളുകൾ അറബ് മുസ്ലിങ്ങളായിരുന്നു. ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ രാമക്ഷേത്രമല്ല ഉയർന്നു നിൽക്കേണ്ടത്, മസ്ജിദാണെന്നും അവിടെ നിന്നും ഉയരേണ്ടത് അല്ലാഹു അക്ബർ എന്ന ധ്വനി മാത്രമാണെന്നും പറഞ്ഞ് ഇവിടെ ആരാധനാലയങ്ങളിൽ മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ ആദ്യം ശ്രമിച്ച വ്യക്തി, അത് വിജയിപ്പിച്ച വ്യക്തി, ലോകത്തിന് ആ സന്ദേശം കാഴ്ചവെച്ച വ്യക്തി ബാബർ മുറിയനായിരുന്നു. ബഹുദൈവ വിശ്വാസിയായി പോയി, ഹിന്ദുവായി പോയി, കാഫിറായി പോയി എന്നതിന്റെ പേരിൽ ഗുരു തേജ് ബഹദൂറിനെ തലയറുത്തു കൊന്നവൻ ഔറംഗസീബ് മുറിയനായിരുന്നു. കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊല അധികമായിട്ടില്ല കേട്ടോ, 90കളിലാണ്. തീവ്രവാദികളൊക്കെ മുസ്ലിങ്ങളായിരുന്നു, സമാധാനത്തിന്റെ മതവാഹകരായിരുന്നു. മുംബൈയിൽ ബോംബ് സ്ഫോടനം നടത്തി. ലോകവ്യാപകമായി ആ സ്ഫോടനം ഒരു പരമ്പര പോലെ കൊണ്ടുപോകണം എന്ന് അണിയറയിലിരുന്ന് പ്രവർത്തിച്ച ദാവൂദ് മുറിയനായിരുന്നു. ഇന്ത്യയിൽ പ്രവേശിച്ച 5 കോടി ജനങ്ങളിൽ ഓരോ ബംഗ്ലാദേശിയും മുറിയനായിരുന്നു. ബുദ്ധ മഹാവീരന്റെ പ്രതിമ തകർത്തവൻ, ക്ഷേത്രങ്ങളിൽ കയറി അവരുടെ ആരാധനാലയങ്ങളെ മലീമസപ്പെടുത്തിയവർ, കലാപകാരികളൊക്കെ മുറിയന്മാരായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിനെ ആക്രമിച്ച ബോംബ് സ്ഫോടന പരമ്പര തന്നെ നടത്തിയ അഫ്സൽ ഗുരു മുസ്ലിമായിരുന്നു. ഗോദ്രയിൽ കർസേവകരെ ജീവനോടെ ചുട്ടുകൊന്നത്, രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പോലും വീണ്ടും ഇവിടേക്ക് തള്ളിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചവർ, മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചവർ, ഓരോ ജിഹാദികളും മുറിയന്മാരായിരുന്നു. ആസാമിൽ നിന്ന് ഹിന്ദുക്കളെ തുരത്തിയ പാകിസ്ഥാനിലെ ഓരോ തീവ്രവാദിയും മുസ്ലിമായിരുന്നു. 26/11 ഹിന്ദുക്കളെ വെടിയുണ്ടകൾ കൊണ്ട് കുളിപ്പിച്ച അജ്മൽ കസബ് മുറിയനായിരുന്നു. അമർനാഥ് യാത്ര നിരോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയത് ഗിലാനി, കലാപമുണ്ടാക്കിയവൻ തീവ്രവാദിയാണ്, മുസ്ലിമായിരുന്നു. അമർനാഥ് യാത്രക്കാർ വെറുതെ പോകണ്ട, ഞങ്ങൾക്ക് നികുതി തരണമെന്ന് പറഞ്ഞ് സ്വന്തം രാജ്യത്ത് നിന്ന് പോലും
യാത്രാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് മതത്തിന്റെ പേരിൽ വിഭജിച്ച ആ മന്ത്രി മുറിയനായിരുന്നു. 100 കോടി ഹിന്ദുക്കളെ വെട്ടിമുറിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഒവൈസി മുറിയനാണ്. വന്ദേ മാതരം ഇവർക്ക് പറ്റില്ല. കാശ്മീരില് മരിച്ചു എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവർ കണ്ണീരൊഴുക്കും. മരിച്ചവരുടെ പോലും ജാതിയും മതവും തിരയുന്ന ഈ വർഗം വയനാട്ടില് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന സമയത്ത് അവരെ പോലും മതം നോക്കി ഇവരൊരു പന്നിമാംസത്തിന്റെ ഫെസ്റ്റൊക്കെ നടത്തിയിരുന്നല്ലോ. മുസ്ലിങ്ങൾക്ക് അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദില് ഈ രാജ്യത്തിന്റെ ദേശീയ പതാക മൂവർണ്ണക്കൊടി കത്തിച്ചവ ഓരോ വ്യക്തിയും മുസ്ലിമായിരുന്നു. ലവ് ജിഹാദിൽ അകപ്പെടുത്തി അമുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കുന്നതൊക്കെ മുറിയന്മാരാണ്. രാജ്യത്തെ നശിപ്പിക്കാൻ ഈ രാജ്യത്തിനെതിരെ രാജ്യത്തിന്റെ ശത്രുക്കളുമായി കൈകോർത്ത് കരാറുകൾ ഉണ്ടാക്കി അവരോട് പണം വാങ്ങി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരും മുറിയന്മാരാണ്. നമ്മൾ അറിയാത്തത് കൊണ്ടാണോ, അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണോ എന്നറിയില്ല. ഇവർക്ക് പലതും പ്രശ്നങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ഇവർ അംഗീകരിക്കില്ല. ഇവർക്ക് പറ്റുന്നത് ഇവർ ഉൾക്കൊള്ളും, പറ്റാത്തതാണെങ്കിലോ ഇവരതിനെ നഖശിഖാന്തം എതിർക്കും. ഒരു കയ്യിൽ പുസ്തകവും മറുകൈയിൽ ആയുധവുമൊക്കെയായി ഇവരിറങ്ങിത്തിരിക്കുവാണ്. 70 വർഷം മുമ്പ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. മനുഷ്യനൊക്കെ ഇടകലർന്ന് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തിനുണ്ടായിരുന്നു. വിഭജനത്തോടുകൂടി അവർ മുസ്ലിം, നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ. 70 വർഷം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 23% ന്യൂനപക്ഷങ്ങൾ, ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ ഇവരെ ഒന്നും ഇപ്പോൾ കാണാനില്ല. പല രൂപത്തിലും അവരെ ഇല്ലായ്മ ചെയ്ത് മതം മാറ്റി നാട് കടത്തി ഇന്നവിടെ 9% ആളുകൾ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. യഥാർത്ഥ സെൻസസ് പോലും ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല. ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഒക്കെ ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കളെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും അവരനുഭവിക്കുന്ന വേദനകളെ കുറിച്ചും നമ്മൾ വല്ലപ്പോഴും അറിഞ്ഞാൽ അറിഞ്ഞു, ഇല്ലേനില്ല. ഈ അവസ്ഥയിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കാരണം നമ്മുടെ നാടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പ്രതികരിക്കേണ്ടുന്ന വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്കറിയാമോ, ഇനിയിപ്പോൾ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഒക്കെ നമ്മൾ ന്യൂനപക്ഷങ്ങളാണെന്ന് ഇരിക്കട്ടെ, അവർക്ക് കിട്ടുന്ന ജോലി എന്താണെന്ന് അറിയാമോ? തോട്ടപ്പണി, വേസ്റ്റ് വാരൽ, കോർപ്പറേഷൻ സ്റ്റാഫുകൾ. മുസ്ലിങ്ങൾക്ക് മാത്രം ഉന്നതമായിട്ടുള്ള ശ്രേണികൾ, തസ്തികകളൊക്കെ റിസർവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പെൺകുട്ടികൾ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും ആ വീട്ടിലേക്ക് 5-6 ജിഹാദികൾ വരും ആയുധവുമായിട്ട്. അവര് സമ്മതിച്ചോ, അവള് സമ്മതിച്ചോ, അവളുടെ വീട്ടുകാര് സമ്മതിച്ചോ, അവിടുത്തെ വിഷയമല്ല, വിളിച്ചിറക്കി കൊണ്ടുപോകും. അവരിൽ ഒരാൾ അവളെ ബലാത്കാരമായിട്ട് വിവാഹം ചെയ്യും. ഭോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് മതം മാറിക്കണം. പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റില്ല, കാരണം ആ തസ്തികയിൽ ഇരിക്കുന്ന ആളുകളും ഞമ്മന്റെ ആളുകളാണ്. ഈ ഒരവസ്ഥ നാളെ നമ്മുടെ രാജ്യത്തുണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഈ മത തീവ്രവാദികളുടെ ഈ ഹിഡൻ അജണ്ടകളെ സംബന്ധിച്ച് ജീവൻ പണയം വെച്ച് ബോധവൽക്കരണം നടത്തുന്നത്. ശരിയാണ്. മഹാലക്ഷ്മി